അമീന, അല്പം മുമ്പ് ഔദ്യോഗികമായി തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. 516 വോട്ടുകൾ ഇലക്ടറൽ കോളേജിൽ നേടി വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ ഉള്ള 785 വോട്ടിൽ 771 വോട്ടുകളാണ് പോൾ ചെയ്തത്. അതിൽ 11 വോട്ടുകൾ അസാധുവായി. 516 വോട്ട് വെങ്കയ്യ നായിഡുവിന് ലഭിച്ചപ്പോൾ 244 വോട്ടാണ് എതിർ സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് ലഭിച്ചത്. ഏതായാലും 15ാമത് ഉപരാഷ്ട്രപതിയായി വെങ്കയ്യ നായിഡു എത്തുമ്പോൾ രാജ്യസഭയിൽ നിന്നുള്ള ഒരു അംഗം തന്നെ വീണ്ടും രാജ്യസഭയുടെ ചെയർമാനായി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്ന് തുടങ്ങിയ ഔദ്യോഗിക ജീവിതമാണ് വെങ്കയ്യ നായിഡുവിനുള്ളത്. BJPയിലും RSSലെയും വിവിധ പദവികൾ കൈകാര്യം ചെയ്തിരുന്ന വെങ്കയ്യ നായിഡു കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു നിരവധി തവണ. ആദ്യത്തെ വാജ്പേയി സർക്കാരിലും അത് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൽ നഗരവികസന മന്ത്രാലയത്തിന്റെയും ചുമതല വഹിച്ചിരുന്ന ആളാണ് വെങ്കയ്യ നായിഡു. അതോടൊപ്പം തന്നെ BJPയുടെ അധ്യക്ഷനായും 2004 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. BJPയുടെ ഒരു ഔദ്യോഗിക നേതാവ് എന്നുള്ള നിലയ്ക്ക് അധിക ഉപരാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് വെങ്കയ്യ നായിഡു. നേരത്തെ ബൈരോൺ സിംഗ് ഷെഖാവത്ത്, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി ബൈരോൺ സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് BJPയിൽ നിന്നുള്ള ആൾ ഉപരാഷ്ട്രപതിയാകുന്നത്. അമീന, BJPയിലെയും NDAയിലെയും കക്ഷികളുടെ പിന്തുണയ്ക്ക് പുറമെ ജനതാദൾ യുണൈറ്റഡ്, ബിജു ജനതാദൾ കക്ഷികൾ ഒഴിച്ചുള്ള മറ്റു പാർട്ടികളുടെയൊക്കെ പിന്തുണ തേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേസമയം ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളും CPM നേതാവ് സീതാറാം യെച്ചൂരിയും അല്പം മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രതീക്ഷിച്ചതിനേക്കാൾ 90 വോട്ടുകൾ കൂടുതൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു അവകാശവാദമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. സർക്കാർ പ്രതിപക്ഷത്തെ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡും ബിജു ജനതാദളും BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ ഇത്തവണ അവർ ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ബീഹാറിൽ സഖ്യ മാറ്റം ഉണ്ടായിട്ടും ജനതാദൾ യുണൈറ്റഡ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നതാണ്. മാത്രമല്ല, വെങ്കയ്യ നായിഡു ആയ പശ്ചാത്തലത്തിൽ ആന്ധ്രയിൽ നിന്നുള്ള കോൺഗ്രസ് ഒഴിച്ചുള്ള പാർട്ടികളുടെ പിന്തുണ നേടിയെടുക്കുന്നതിലും BJP വിജയിച്ചിരുന്നു. തെലുങ്കുദേശം പാർട്ടിയുടെയും YSR കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ തെലങ്കാന രാഷ്ട്ര സമിതിയുടെയും ഒക്കെ പിന്തുണ വെങ്കയ്യ നായിഡുവിന് ലഭിക്കുകയും ചെയ്തു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചെറിയ പാർട്ടികളുടെയും മറ്റും പിന്തുണ എല്ലാം കൂടി ചേർക്കുമ്പോഴാണ് 516 എന്നുള്ളൊരു സംഖ്യയിലേക്ക് വന്നത്. സ്വാഭാവികമായും 11 വോട്ടുകൾ അസാധുവാകുക കൂടി ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നല്ലൊരു വോട്ട് ശതമാനം നേടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് താൻ മത്സര രംഗത്ത് ഇറങ്ങിയത്. അമീന.